ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി ഫിസിക്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 18 ഓം ഇഫ് നോ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ് ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയണം. പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? P ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. വി എന്ന് പറയുമ്പോൾ എന്താണ്? വോൾട്ടേജ്. വോൾട്ടേജ് എത്രയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്? 0 വോൾട്ടേജ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 0 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എന്താണ്? റെസിസ്റ്റൻസ് എത്രയാണ്? 18 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ 0/18 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 തന്നെ കിട്ടും. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലേ? വാട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഓപ്ഷനാണ് 0 വാട്ട്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓംസ് ലോ എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അക്രോസ് ഇറ്റ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ഇപ്പം എന്താണ് ഓംസ് ലോ പറയുന്നത്? കറണ്ട്, ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? ആനുപാതികമായിരിക്കും. അതായത് കറണ്ട് കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വോൾട്ടേജും കൂടും സർക്യൂട്ടിൽ. അതേപോലെ തന്നെ കറണ്ട് കുറയുവാണെങ്കിലോ വോൾട്ടേജും കുറയും. അതാണ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ? വോൾട്ടേജോ കറണ്ടോ കൂടുവാണ് സർക്യൂട്ടിൽ. വോൾട്ടേജും കറണ്ടും രണ്ടും കൂടി. അപ്പോൾ റെസിസ്റ്റൻസ് എന്താവും? കുറവായിരിക്കും. അതേപോലെ തന്നെ വോൾട്ടേജും കറണ്ടും കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണലിൽ നേരെ വിപരീതമായിട്ട് സംഭവിക്കുന്നത്. ഇനി നമുക്ക് പവറിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കാം. പവറിൻ്റെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നോക്കി, വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആറ്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഐ സ്ക്വയർ ഇൻറ്റു ആറ്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ഇക്വേഷൻ വി ഇൻറ്റു ഐ. ഇത്രയും ഇക്വേഷൻ ഉണ്ട് ഇലക്ട്രിക്കൽ പവറിന്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.